അതെ അമ്മേനെ കാണാട്ടോ. അമ്മ താരാ നോക്കി. ഹായ് ഹലോ. ദേ നമ്മുടെ അമ്മിക ചേച്ചിയുടെ അമ്മക്കിളിയല്ലേ? ചേച്ചി എപ്പോഴും പറയണേക്കാ അമ്മക്കിളി. ചേച്ചി അമ്മക്കിളിന്നാ വിളിക്കുന്നത്. അതെ ഒരു കിളിയാണ്. ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. ഉന്മേഷത്തോടെ ഓടി നടന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ പാഠം പഠിപ്പിച്ചോണ്ടിരുന്ന ആളാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചോ? കഴിച്ചു. ചാലക്കുടി വീടാണോ ഇഷ്ടം? ആണോ? അതെ അമ്മമാർക്ക് എപ്പോഴും അവിടെ നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സുഖം. പിന്നെ അതല്ല, അവിടെ അമ്മ പറമ്പിൽ കൂടെ ഒക്കെ നടന്നു. അമ്മയ്ക്ക് കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ തൊട്ടടുത്തൊക്കെ. അപ്പൊ അവരോടൊക്കെ വർത്താനം പറഞ്ഞൊക്കെ. അതെ അവരോട് വിശേഷം പറയാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങള് പരിപാടികളൊക്കെ നടക്കട്ടെ. ഞങ്ങളാണെങ്കിൽ വീട് കാണാൻ വന്നതാ. ഓക്കെ അമ്മ റെസ്റ്റ് എടുത്തോട്ടോ. ശരി. ഓക്കെ, അപ്പൊ നമ്മള് ചേച്ചിയുടെ അമ്മേനെ കണ്ടു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് എന്റെ കണ്ണ് നേരെ അങ്ങോട്ടായിരുന്നു. നിങ്ങൾ കണ്ടോ? ഇവിടെ ഇപ്പൊ എല്ലാം ഒന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുക. കാരണം ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിരുന്നു. ആ സമയത്ത് പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ട്. അപ്പൊ ഞാൻ എല്ലാം അവിടെ ഇവിടെയൊക്കെ വെച്ചു. അങ്ങനെ ആകെ കൂടി എന്താ പറയാ ഒന്ന് ഇങ്ങനെ അലങ്കോലായിട്ട് എന്തോരം അവാർഡാ ചേച്ചി കിട്ടിയേക്കുന്നതെന്ന് കണ്ടോ? നോക്കി ഇവിടെ മൊത്തം ഒരു സ്വർണ്ണമയാണ്. കണ്ടാലോ? പക്ഷെ അതൊന്നും അടുക്കിയിട്ടൊന്നുമില്ല, എല്ലാം അടുക്കി വെച്ചിരുന്നാണേ. എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇത് ചേച്ചിക്ക് കിട്ടിയേക്കുന്ന അവാർഡ്സിൽ ഒരു ഇത് മാത്രമായിരിക്കും. ചാലക്കുടി വീട്ടിലാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ കുറച്ച് ഇങ്ങനെ അടുക്കി വെക്കണം. ഇതൊക്കെ കൂട്ടി വെച്ചിരിക്കല്ല. ഇതിൽ ഏതായിരിക്കും ചേച്ചിക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്? ആദ്യം കിട്ടിയത് മീശമാധവൻ. അത് ചാലക്കുടി. പിന്നെ കസ്തൂരിമാൻ. അതും ഇവിടെ ഇല്ല. ഇത് ചക്രവാകം. ഇത് ഭയങ്കര രസമാട്ടോ ഇത് കിട്ടിയത്. ഈ ക്യാരക്ടർ എനിക്ക് പിന്നെ ഇത് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഫിലിം ഓഡിയൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് ഉണ്ടായിരുന്നേ, ടെലിവിഷന്റെ ഒക്കെ. അത് പോയിട്ട് അത് കഴിഞ്ഞ് വലിയൊരു ഫിലിം ഓഡിയൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അവാർഡ് ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് വെച്ചിട്ട്. ഏറ്റവും നല്ല നടനായിട്ട് മോഹൻലാല്, കാവ്യ മണാലി, സഹനടി ഞാനായിരുന്നു. നമുക്ക് ഭയങ്കര സഹനടൻ അമ്പിളിച്ചേട്ടൻ. അപ്പൊ നമുക്കൊരു ഭയങ്കര ഇത് വിശ്വസിക്കാൻ കിട്ടാത്തൊരു സംഭവം അവിടെ വെച്ച് കിട്ടിയപ്പം ഭയങ്കര. അമ്പിളിച്ചേട്ടനെ പറ്റി പറഞ്ഞപ്പോഴാണ് അമ്പിളിച്ചേട്ടന്റെ കൂടെയാണ് ചേച്ചി ഏറ്റവും കൂടുതൽ അഭിനയിച്ചേക്കുന്നത്. ഒത്തിരി പടങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു. ലാസ്റ്റ് പടവും ഒന്നിച്ച് ഞങ്ങൾ ചെയ്തിട്ട് ചേട്ടൻ പോയതാണ്. തിരക്കിട്ടാണ് നമ്മൾ പോയത്. അന്ന് പറുദീസ എന്ന് പറഞ്ഞിട്ട് പടം. അത് കഴിഞ്ഞ് ചേട്ടൻ പോയിട്ട് വേറൊരു പടം കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ സംഭവം. അതാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത പടം. പിന്നെ അത് കഴിഞ്ഞ് ചെയ്തു കേട്ടോ. അപ്പൊ ചേട്ടൻ ഉന്മേഷത്തോടെ വന്നതിന് ശേഷം ഇപ്പൊ ഞങ്ങൾ ഒരെണ്ണം ചെയ്തു. ഏത് പടം പേരെനിക്ക് ഉണ്ട്. ഇഷ്ടമാതിരി ആർട്ടിസ്റ്റുകളുണ്ട് അതില്. മറ്റേ നമ്മുടെ താരാ കല്യാൺ, കുറെ പേരുണ്ട്. ഷൂട്ടൊക്കെ ഇവിടെയായിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു. ചേട്ടൻ നല്ല നമ്മള് ചേട്ടന്റെ സിസ്റ്റർ ആയിട്ട്, പെങ്ങളായിട്ട്, എപ്പോഴും ഭാര്യയായിട്ട് ഇടയ്ക്കൊന്ന് മാറി സിസ്റ്ററിലോട്ട് അല്ലേ? ഒരു അമ്പിളിച്ചേട്ടനാണെങ്കിൽ ഒരു വീൽ ചെയറിൽ പോസ്റ്റർ ഉള്ളതാണ്. അതെ, ആ വീൽ ചെയറിൽ ആണോ ചേട്ടൻ വരുന്നതും. പക്ഷെ ആ മുഖം ഇപ്പോഴും പഴയ അഭിനയം തന്നെയാണ് ചേട്ടന്റെ. നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ അറിഞ്ഞു ചേച്ചിക്കാണെങ്കിൽ ഒരുപാട് സാരിയുടെ കളക്ഷൻസ് ഉണ്ട്. തന്നെയാണ് നിൽക്കാൻ ഇഷ്ടം. സാരി കളക്ഷൻസ് ഒരുപാട് ഉണ്ട് എന്ന് അറിഞ്ഞു. ഇവിടെ ഏതെങ്കിലും സാരി എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇവിടെ കുറച്ചേ ഉള്ളൂ. നമുക്ക് കാണിച്ചു തരുമോ ചേച്ചിയുടെ സാരി കളക്ഷൻ? കളക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ അധികം ഇല്ല. എല്ലാം പല സ്ഥലങ്ങളിലായി കിടക്കുന്നോണ്ടേ. എന്നാലും ഈ സീരിയലിന്റെ ഒക്കെ ഷൂട്ടിന് പോകുമ്പോൾ ചേച്ചി സാരി കൊണ്ടുപോവാണോ അത് അവിടെ നിന്ന് തരും? കൊണ്ടുപോകും, നമ്മൾ തന്നെ സാരി കൊണ്ടുപോകും. ഇവിടെ ഉണ്ട്, ഞാൻ മേളിലുണ്ട് കുറെ. ഞാൻ ഇത് കുറെ ഉണ്ട്. പിന്നെ മേളിലാണ് പറഞ്ഞത് ചേച്ചി കുറച്ച് സാരി ഉള്ളത്. ഇവിടെ ഒരു അലമാരി നിറച്ച സാരി ഉണ്ട്. അല്ല, പിന്നെ ഇതുപോലെ ആക്കി വെക്കും കുറെ സാരി. ഇങ്ങനെ ആക്കി വെക്കും, ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കും ഞാൻ. എന്റെ പണി അങ്ങനെയൊക്കെയാണ്. സാരികൾ കേരള സാരിയാന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ല, എല്ലാം ഉണ്ട്. സൂക്ഷിച്ചു വെക്കുന്നതിന്റെ പണി. നിങ്ങളിങ്ങനെ കാണുമ്പോഴേക്കും ഇത് എന്നതായി കാണിച്ചു വെക്കുന്നതെന്ന് എല്ലാം ഇങ്ങനെ ആക്കി വെക്കും. അല്ല, അതുകൊണ്ട് അത് പുത്തൻ പോലെ തന്നെ ഇരിക്കും, കേട് വരില്ലല്ലോ. പറഞ്ഞില്ലേ, കൃഷ്ണന് വേണ്ടിട്ട് ഇത് കണ്ടോ? കൃഷ്ണന്റെ ഫുള്ള് കൃഷ്ണനാണ്. ചേച്ചി കൃഷ്ണന് വേണ്ടിട്ടൊരു സാരി ചെയ്തു. പിന്നെ ചേച്ചിക്കാണെങ്കിൽ എംബ്രോയിഡറി ഒക്കെ വശമുള്ളതുകൊണ്ട് ഇപ്പോഴുണ്ടോ ആ ടൈലറിംഗ് യൂണിറ്റ്? ഇപ്പൊ ഇല്ല അല്ലേ? ഫുൾ കൃഷ്ണനാണല്ലേ? ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട്.
ചേച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കൂ. ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് എന്റെ ആണോ? ഇഷ്ടപ്പെട്ട. ഇത് ചേച്ചി ചെയ്തതാണോ അതോ ചെയ്യിപ്പിച്ചതാണോ? ചെയ്യിപ്പിച്ചതാ. ചെയ്യിപ്പിച്ചത്. നല്ല ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അതെ അതെ. ഞാൻ ഒത്തിരി കോസ്റ്റ്ലി സാരികൾ കുറവാണ് ഞാൻ എടുക്കല്. ആ എന്നിട്ട് സാരികൾ എടുക്കും, പക്ഷെ വെറൈറ്റി എടുത്തിട്ട് അത് ഡിസൈനും എംബ്രോയിഡറി ഒക്കെ ചെയ്യും. പ്ലെയിൻ സാരി എടുത്താൽ അതിന് നല്ല വർക്കുള്ള ബ്ലൗസ് സെറ്റ് ചെയ്തിട്ട് അത് അങ്ങനെയാക്കും. അങ്ങനെ ഓരോന്നും എല്ലാം അങ്ങനെ തന്നെ, എല്ലാം വ്യത്യാസമായിരിക്കണം എന്ന് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ. ഇപ്പൊ ബ്ലാക്ക് ബംഗളിൽ ചേച്ചി ഉപയോഗിച്ച സാരി ഏതെങ്കിലും ഉണ്ടോ ഇവിടെ? അത് മുകളിലുണ്ട്, കുറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെ വെറും ബ്ലാക്കിൽ ബ്ലൗസുകൾ വെറൈറ്റി ചെയ്യൂലേ. അപ്പൊ അതൊരു സാരിയുടെ വില നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ആക്കിക്കൊണ്ടിരും. ഇതൊക്കെയാണ് എന്റെ. ഇത് കണ്ടാ നല്ല എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. അങ്ങനെ, പക്ഷെ ഇല്ല. ഇത് ഫുൾ ആണെങ്കിൽ ഇതാണ് എംബ്രോയിഡറിയുടെ ഒക്കെ കഴിവാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിലൊക്കെ അങ്ങനത്തെ ഇടും. അങ്ങനെ ഇത് പ്ലെയിൻ ആണ്. ഇതിനൊക്കെ ഇങ്ങനെ പ്രിന്റ് ഉള്ള ഈ ബ്ലൗസുകൾ അങ്ങനെയൊക്കെ. അത് പിന്നെ ആ ഒരു സാരിക്ക് തന്നെ പല പ്രിന്റുകൾ എടുക്കും. ഇത് കണ്ടോ, ഈ പ്രിന്റ്, പല പല പ്രിന്റുകളുള്ള ബ്ലൗസുകൾ മാറി അങ്ങനെയൊക്കെ എടുക്കാം. പിന്നെ അതേപോലെ ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷൻ വന്നു, അപ്പൊ പെട്ടെന്ന് പോണേ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സാരികള് എല്ലാം ഉടുത്ത സാരി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇരുന്ന ഒരു സാരിയാണ്, ഞാൻ കുറച്ച് തുണി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇത് ഞാൻ ചെയ്തതാണ്. പെട്ടെന്ന് ഞാൻ വേറൊരു സ്റ്റൈല് പോലെ ആക്കി, ഇങ്ങനെ ആക്കി. ഇങ്ങനെ ഇതിപ്പോ നമുക്ക് ആർക്കും ഉണ്ടാവില്ല, ഇങ്ങനത്തെ സാരി ആർക്കും ഇല്ലല്ലോ. അതെ അതെ അതെ. ഇത് സാധാ ഒരു സാരിയില് നമ്മളാണെങ്കിൽ വേറൊരു പൈപ്പിംഗ് കൊടുത്തു അല്ലേ. എന്നിട്ട് ആ പൈപ്പിങ്ങിന്റെ തന്നെ ബ്ലൗസും ചെയ്തു. പെട്ടെന്ന് ഇറങ്ങി എടുത്തൊക്കെ പോകുമ്പം ഇത് ആർക്കും ഉണ്ടാവില്ല, അപ്പൊ അത് വില അറിയില്ല ആർക്കും. പക്ഷെ ഇത് ഭയങ്കര, മറ്റേ നമ്മൾ കാണുമ്പോ ഭയങ്കര ഇത് എത്ര വിലയാന്നുള്ള അറിയുമല്ലോ, ഇത് അറിയില്ല ഇങ്ങനത്തേക്ക് ആകുമ്പോ. ഇങ്ങനത്തെ പണികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ വലിയ ബൊട്ടീക്കിലൊക്കെ ചെയ്യിപ്പിച്ച ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചില്ല. ഞാൻ ഒരു ദിവസം രാത്രി തന്നെ ഇരുന്ന് തയ്ച്ചാൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ തയ്ക്കും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ഇട്ടോണ്ട് ചെല്ലുമ്പോ പറയും ഇതെപ്പ തയ്ച്ചു. ഞാൻ പറയും ഇന്നലെ ഇരുന്ന് രാത്രി ഇതായിരുന്നു പണി, പെട്ടെന്നിരുന്ന് തയ്ച്ചുണ്ടാക്കുക. ഇതൊക്കെ ഓരോ ഫംഗ്ഷൻ വരുമ്പോ പെട്ടെന്ന് ഇരുന്ന് ഞാൻ തയ്ച്ചു വിട്ടു. ഓരോ ഫംഗ്ഷൻ വരുമല്ലോ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന സാരികളാ. ചേച്ചിയുടെ സാരി ഇത് ഭയങ്കര വെയിറ്റ് ആണ്, എടുത്തു നോക്കി കണ്ട. ഇത് ആ ഒരു സമയത്ത് ഇതിന് എന്തായിരുന്നു, ഭയങ്കര വെയിറ്റ്. ഫുൾ ഹാൻഡ് വർക്ക് ആണോ? ഫുൾ ഹാൻഡ് വർക്ക്. ഇതൊക്കെ നമ്മള് എത്ര എമൗണ്ട് ആയിട്ടുണ്ടാവും? ഇതിന് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. കോസ്റ്റ്ലി ആണോ? പക്ഷെ ഇതൊക്കെ രസമായിരുന്നു ആ സമയത്ത് ഉടുക്കുമ്പോഴേ. നല്ല രസമുണ്ട്. വേണം കൊണ്ടുവെക്കോ, വേണം എടുത്തോ. ഞാൻ തമാശല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്റെ വകയായിട്ട് കയ്യിലിരുന്നോട്ടെ. ചേച്ചി എനിക്ക് സാരി തന്നു, ഒരു ബ്ലാക്ക് ഇരുന്നോട്ടെ. ഓ താങ്ക് യു ചേച്ചി. അടിപൊളി അടിപൊളി. നോക്ക് ചേച്ചി എനിക്ക് സാരി തന്നു. അടിപൊളി. ഞാൻ എന്തായാലും ഇത് വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ പറയും എനിക്ക് ചേച്ചി ഒന്നാമത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാവർക്കും ചേച്ചി നല്ലതായിട്ട് അറിയാം അല്ലേ.